ഹായ് ഫ്രണ്ട്സ്, വെറും 5 ചേരുവകൾ കൊണ്ട് നമുക്ക് ക്രീമും കേക്കും വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് ബേക്കിംഗ് ടൂൾസോ ക്രീമോ ഓവനോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ മെഷർമെൻറ്റ് കപ്പായിട്ട് ഈ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 1 ഗ്ലാസ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ അപ്പസോഡയും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മളിവിടെ 1 പ്രാവശ്യമാണ് അരിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന ബൗളിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പറ്റില്ല. നന്നായിട്ട് നമ്മൾ തുടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ പൊടിച്ച പഞ്ചസാര 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഹൈ സ്പീഡിൽ ഇട്ട് വേണം കേട്ടോ നമ്മൾ ബീറ്റ് ചെയ്യാൻ. നമ്മുടെ ബാറ്റർ ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇളക്കാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സിൻ്റെ കൂടെ ഫ്രീ ആയി കിട്ടുന്ന ഈ ഒരു സ്പൂണില്ലേ, ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കിത് ഇളക്കി കൊടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നിച്ചിട്ട് കൊടുക്കാതെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ ബാറ്ററിൽ ഓയിലൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഒരു ബട്ടർ പേപ്പറും വിരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ അലൂമിനിയത്തിൻ്റെ പാത്രമൊന്നും ഇല്ലെങ്കിൽ സാധാ ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ നമ്മുടെ ചായപാത്രത്തിലൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ചെമ്പും സ്റ്റാൻഡും 15 മിനിറ്റ് മുമ്പേ ചൂടാക്കാൻ വെച്ചിരുന്നു. ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ചൂടാക്കിയത്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിന്നി ഇറക്കി വെച്ചു. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 25 മിനിറ്റ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ട് 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. മൂന്ന് എഗ്ഗിൻ്റെ വൈറ്റ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിക്കാതെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം.
നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ നല്ലൊരു ഗ്ലാസിൻ്റെ ബൗളിലോ ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു നൂൽ പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ബീറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിത് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാൻ. ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ കുറച്ചിങ്ങനെ സ്റ്റിഫായി വരും. ക്രീം ഇപ്പോൾ നല്ല സ്റ്റിഫായിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമാണ് കേട്ടോ ഇത്. എഗ്ഗിൻ്റെ ഒന്നും ചുവയൊന്നും ഇല്ല. പിന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ നല്ല എക്സ്പെൻസ് കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീം വെറും 3-4 ചേരുവകൾ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കും. കണ്ടോ, നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ നല്ല ചൂടാറി വന്നിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നമ്മളിവിടെ ടേണിംഗ് ടേബിളിന് പകരം ഒരു ബൗൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീലിൻ്റെ തട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സ്റ്റീലിൻ്റെ തട്ടിൽ നമുക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രീം ഇട്ട് കൊടുത്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ലെവൽ ചെയ്തെടുക്കാൻ ATM കാർഡാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം എക്സ്റേ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതേപോലെ നമ്മൾ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തു. അതിലും ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തിട്ട് ക്രീം മുകളിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സൈഡിലും നന്നായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മൾ ലെവൽ ചെയ്തെടുത്തു. ഇനി ATM കാർഡ് ഒന്ന് നനച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. മുപ്പത് മിനിറ്റ് നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് വെക്കാം. നമ്മൾ ക്രീമിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ടൈഗറിൻ്റെ ബദാം മിക്സ് 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സും ഒഴിച്ചു കൊടുത്തിട്ട് റോസ് കളറും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ യെല്ലോ കളർ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ടുണ്ട്. ഈ പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോളാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിങ്ങനെ സിമ്പിളായിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ മിൽമയുടെ കവർ കൊണ്ടൊക്കെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മുഴുവനും ചെയ്തെടുത്തു കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി നമ്മൾ റോസ് കളർ കൊണ്ട് ഒരു സ്റ്റാർ നോസിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഫ്ലവറും കൂടി വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നോസിലില്ലെങ്കിൽ ഹോം മെയ്ഡായിട്ട് നോസിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിങ്ങനെ ലീഫും കൂടി വരച്ചു കൊടുക്കാം.
കുറഞ്ഞ ചേരുവകൾ മാത്രമാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുവരെ കേക്ക് ഉണ്ടാക്കാത്ത ആർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.